ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. അപ്പം +2 ലെവൽ പ്രിലിംസിൻ്റെ ആദ്യഘട്ടം നമ്മൾ കഴിഞ്ഞു. ആ ഒരു ചോദ്യപേപ്പർ നമ്മൾ ഇഴകീറി പരിശോധിക്കാൻ പോവുകയാണ്. അതിൻ്റെ മുക്കും മൂലയും ആ ഓരോ ചോദ്യങ്ങളും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ആ ഒരു പ്രധാന ചാപ്റ്ററുകൾ അത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നുകൊണ്ട് തന്നെ അടുത്ത ഘട്ടങ്ങളിലും വരാനുള്ള സാധ്യതകളുണ്ട്. ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അനുബന്ധ വസ്തുതകൾ, അതിന് സമീപത്തുള്ള ചില പോയിന്റുകൾ, അതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഇന്നത്തെ ഒരു ക്ലാസ് അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അതോടൊപ്പം തന്നെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥി, നന്നായി തയ്യാറെടുത്ത ഒരു ശരാശരി ഉദ്യോഗാർത്ഥി ഈ ഒരു പരീക്ഷയിൽ നേടിയിരിക്കാൻ സാധ്യതയുള്ള മാർക്ക്, ഓരോ ഭാഗത്തും നേടിയിരിക്കാൻ സാധ്യതയുള്ള മാർക്ക് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ലാസ്റ്റ് എത്ര മാർക്കാണ് ഒരു ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റുക എന്നുള്ളതും പറയും. കട്ട് ഓഫ് പ്രവചനം അല്ല, ഒരു ശരാശരി നന്നായിട്ട് തയ്യാറെടുത്ത ഒരു ശരാശരി ഉദ്യോഗാർത്ഥി നേടുന്ന മാർക്കാണ്. എന്ന് വെച്ചാൽ ക്ലിയർ ആവാൻ സാധ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാക്കാനും പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് തന്ന സിലബസിനോട് കൃത്യമായി നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് പരീക്ഷ നടന്നത്. പക്ഷെ നിലവാരം വളരെ കൂടി എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ +2 ലെവൽ പ്രിലിംസ് എക്സാമിന് 10th ലെവൽ വരെ സാധനങ്ങൾ വന്നിട്ടുള്ളൂ. +1 +2 എന്നുള്ള ചോദ്യങ്ങളെ വന്നിട്ടില്ല. ഇനി അത് വന്നു എന്നുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും വലിയ കാര്യമില്ല. കാരണം ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇത് പഠിച്ചു തീർക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് തുടക്കത്തിലെ പണ്ടേ പറയുന്നതാണ്, ഇനി PSC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് പ്രിലിംസിന് വേറെ മെയിൻസിന് വേറെ അല്ല, ഹോളിസ്റ്റിക് അപ്രോച്ച് ആണെന്ന് ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് വർഷം ഏകദേശം 1.5 ആവാനായി. പക്ഷെ പലരും ഇപ്പോഴും ആ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം പ്രിലിംസ് ഒരു സിമ്പിൾ എക്സാം ആയിരുന്നു എന്ന് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിലിംസിന് തയ്യാറെടുത്ത് പിന്നെ രണ്ടാമത് മെയിൻസിനൊക്കെ തയ്യാറെടുക്കാം. പക്ഷെ ഇതല്ല, പ്രിലിംസിലും ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്ന് നിലവാരങ്ങളൊക്കെ മാറി മറയുന്നു. അപ്പോൾ ഇനി മൊത്തത്തിലൊരു തയ്യാറെടുപ്പ് ഒരു 6-8 മാസങ്ങൾ കൊണ്ട് ഒരുമിച്ച് 2 പരീക്ഷയ്ക്കും വേണ്ടി തയ്യാറെടുക്കുക. അതുകൊണ്ട് പ്രിലിംസും ക്ലിയർ ആവും, മെയിൻസും ക്ലിയർ ആവും. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പരിപാടി തീർപ്പാക്കി ജോലിക്ക് കയറാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തവണ പ്രിലിംസ് കിട്ടി, മെയിൻസ് കിട്ടിയില്ല, അടുത്ത തവണ പ്രിലിംസ് കിട്ടി, മെയിൻസ് കിട്ടിയില്ല, അടുത്ത തവണ ചിലപ്പോൾ 2ഉം കിട്ടിയില്ല, അതിൻ്റെ അടുത്ത തവണ ചിലപ്പോൾ 2ഉം കിട്ടി, ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിന് നിൽക്കാതെ യഥാർത്ഥ തയ്യാറെടുപ്പ് ഇനി നടത്തണം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ PSC പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഓരോ വെയിറ്റേജും കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ചരിത്രം 5, ഭൂമിശാസ്ത്രം 5, സിവിക്സ് 5, ഭരണഘടന 5, കമ്പ്യൂട്ടർ സയൻസ് 5, ബയോളജി 5, ഫിസിക്കൽ സയൻസ് 5, അല്ലെ, ഇങ്ങനെ ഓരോ കലാ സാംസ്കാരിക മേഖല 5, കറണ്ട് അഫയേഴ്സ് 5, ഇങ്ങനെ ഓരോ മേഖലയും 5 മാർക്ക് വീതം GKയിൽ തന്നിട്ടുണ്ട്. 10 ഏരിയ 10 × 5 50 മാർക്ക്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന അതേപടി PSC പാലിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പലർക്കും അത് തിരിച്ചറിയാൻ പറ്റാത്തത്, പ്രത്യേകിച്ചും പല അധ്യാപകർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തത് പല കോഡുകൾ മാറി നോക്കുന്നതുകൊണ്ടാണ്. അപ്പം അത് കൃത്യമായിട്ട് എന്താണ് വേർതിരിഞ്ഞ് പലയിടത്തിലാണ് കിടക്കുക. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അടുക്കും ചിട്ടയോടുകൂടി ഒരുക്കി ഓരോ സെക്ഷനിലും വന്ന് 5 വീതം ചോദ്യങ്ങൾ തരുന്നുണ്ട്. ആ 5-ൽ എത്രയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഉദ്യോഗാർത്ഥി നേടുന്ന മാർക്ക് എന്നുള്ളത് വെച്ച് നമുക്ക് ഒരു ഏകദേശം നിങ്ങൾ ക്ലിയർ ആവോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഇനി അടുത്ത 2 ഘട്ടക്കാർക്കാണ് ഈ വീഡിയോ ഏറ്റവും പ്രയോജനപ്രദമാവുക. ഈ പറയുന്ന ഏരിയകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചാൽ അടുത്ത ഘട്ടത്തിൽ നിന്ന് കുറേ മാർക്കുകൾ നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിലേക്ക് പോകാം. നമുക്ക് ചരിത്രമാണ്. ചരിത്രത്തിൽ നിന്ന് 5 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആ 5 മാർക്കിൽ ലോക ചരിത്രം 1 മാർക്കിനും, ഇന്ത്യ ചരിത്രം 3 മാർക്കിനും, കേരള ചരിത്രം 1 മാർക്കിനും, ആ രീതിയിലാണ് ഇവിടെ വെയിറ്റേജ് വന്നിരിക്കുന്നത്. അത് അടുത്ത ഘട്ടത്തിൽ ഇതേപോലെ വരണം. ഒരു നിർബന്ധമില്ലാത്ത സാധനമാണ്. നിർബന്ധമുള്ള സാധനങ്ങൾ വേറെയുണ്ട്, കുറേ കാര്യങ്ങൾ ചിലപ്പം സാധ്യതയുള്ള ഘടകങ്ങൾ വേറെയുണ്ട്. പക്ഷേ ആ ഘടകം അതേപോലെ പാലിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ചോദ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഒന്ന്, കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോക ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാനിവിടെ PSCയുടെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് PSCയുടെ സൈറ്റിൽ കോഡ് A ആൻസർ കീ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത്, അതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഇത് മാത്രമാണ്. അതിൽ ആൻസർ ചിലപ്പോൾ മാർക്ക് ചെയ്ത് ചിലപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവാൻ ഞാൻ നോക്കുന്നില്ല. നമ്മുടെ ഇവിടെ ആൻസർ ഡിസ്കഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് മാത്രമാണ്, നമ്മൾ അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെ ഗുണം ഇവിടെ കിട്ടും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇതെന്താണ്, ലോക ചരിത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഉണ്ട്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിന്ന് അടുത്ത പരീക്ഷയിൽ നിങ്ങൾക്ക് എന്തായാലും ചോദ്യം മിക്കവാറും 99% കിട്ടും. ഓക്കെ, ദെൻ ജാലിയൻ വാലാബാഗ് സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലേ, സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ. ദെൻ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്, ഗൗരി പാർവതിബായി. ചോദ്യം കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള 2 ചോദ്യങ്ങളാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ തന്നെ അവിടെ വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1 ചോദ്യം വിടും. അപ്പം ആധുനിക ഇന്ത്യ ചരിത്രം 3 ചോദ്യം വന്നു.
ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് അല്ലേ? പഠിക്കുന്ന സമയത്ത് മധ്യകാല ഇന്ത്യ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വരില്ല നിർബന്ധമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് ഇനി അതുകൂടെ പഠിക്കാൻ നിൽക്കാതെ അത് ഒഴിവാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് ചോദ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് വരെയുള്ള ഹിസ്റ്ററി പാഠപുസ്തകങ്ങൾ വായിച്ച ആളുകൾക്ക് ഈ 5 ചോദ്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, ലോകം 1, ഇന്ത്യ 3, കേരളം 1, അങ്ങനെയാണ് പോയിരിക്കുന്നത്. ടോപ്പിക്സ് നോക്കി വെക്കുക. ടോപ്പിക്സ് ഇനി പരീക്ഷ ഉള്ളവരെ എഴുതിയെടുക്കുക. ഈ ടോപ്പിക്സ് എങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്തിരിക്കണം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അവിടെ അത് മാത്രമല്ല ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വന്ന ടോപ്പിക് ഞാനൊന്ന് പറയുകയാണ്. ഈ ഘട്ടത്തിൽ വന്ന ടോപ്പിക് ഒന്ന് സംസ്ഥാന പുനഃസംഘടന. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാന പുനഃസംഘടന 2 ചോദ്യങ്ങളാണ് വന്നത്. കഴിഞ്ഞ പ്രിലിംസിന്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, പിന്നെ തിരുവിതാംകൂർ ഭരണാധികാരികളുമായിട്ട് ഒരു ചോദ്യം. ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന 5 ടോപ്പിക്സ്, 5 ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ദെൻ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 10ാം ക്ലാസ്സിലെ പാഠം 1, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചാപ്റ്റർ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ റഷ്യൻ ഏതെങ്കിലും അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ പരീക്ഷയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ പാഠം 6, 10ാം ക്ലാസ്സിലെ പാഠം 6, ഹിസ്റ്ററി പാഠപുസ്തകത്തിൽ പാഠം 6, സമരവും സ്വാതന്ത്ര്യവും. ഓക്കെ, അതിൽ ഇവിടെ ജാലിയൻവാലാബാഗ് ചോദിച്ച പോലെ ഏതെങ്കിലും ചോദ്യം വരും. പ്രത്യേകിച്ചും ഗാന്ധിജിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സമരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമായിട്ട് വരും. ദെൻ പാഠം 7, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാഠം 8, കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ചാപ്റ്ററും. ഇത്രയും ചാപ്റ്ററുകൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ റിവിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി ഇവിടെ നിന്ന് ഈ ചരിത്രത്തിൽ 5 മാർക്കിൽ നിന്ന് ഒരു ശരാശരി ഉദ്യോഗാർത്ഥി, നന്നായി തയ്യാറെടുത്ത ശരാശരി ഉദ്യോഗാർത്ഥിക്ക് 4 മാർക്കാണ് നേടാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ കണക്കാക്കുന്നത് 5ഉം നേടാം, പക്ഷെ 4 മാർക്കാണ് ഞാനിവിടെ നമ്മൾ പൊതുവെ കണക്കാക്കുമ്പോൾ അങ്ങനെയാണല്ലോ കണക്കാക്കുക. ചിലപ്പോൾ ഈ കോമൺ സെൻസ് അങ്ങ് തെറ്റിപ്പോകും. ഒരു കോമൺ സെൻസും ഇല്ലാതെ ചിലപ്പോൾ അത് തെറ്റിക്കാൻ സാധ്യത ഉണ്ടാവുകൊണ്ട് 5ൽ 4 മാർക്കാണ് നമ്മൾ ചരിത്രത്തിൽ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥി ഇവിടെ നിന്ന് നേടുക എന്ന് നമുക്ക് കരുതാം. ഇനി നമുക്ക് എന്തിലേക്ക് പോകാം? ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രത്തിൻ്റെ 5 ചോദ്യങ്ങൾ, ജിയോഗ്രഫിയുടെ 5 ചോദ്യങ്ങൾ. ഓക്കെ, അതിൽ വന്ന് നോക്കിയാൽ നിങ്ങൾ പൊതുഭൂമിശാസ്ത്രത്തിൽ നിന്ന് 2 ചോദ്യം, ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 3 ചോദ്യം, കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ചോദ്യം ഇല്ല. ഞാൻ പറഞ്ഞു ഈ ഒരു വെയിറ്റേജ് അടുത്ത ഘട്ടത്തിൽ പാലിക്കണമെന്നില്ല, പക്ഷെ 5 ചോദ്യങ്ങളായിരിക്കും ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഉണ്ടാവുക. അത് മാറി മാറുന്നുണ്ടാവും, പക്ഷേ ഇതൊരു ട്രെൻഡ് പോലെ കണക്കാക്കി ഇന്ത്യക്കും പൊതുഭൂമിശാസ്ത്രത്തിനും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പൊതുഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട വിദൂര സംവേദനം, ആ ഒരു ചാപ്റ്റർ ഉണ്ട്. ഇതാ ആകാശക്കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഭൂഖണ്ഡങ്ങളെ കുറിച്ച്, വൻകരകൾ. ഓക്കെ, വ്യോമഗതാഗതം, ഗതാഗതത്തിൽ വ്യോമഗതാഗതത്തെ കുറിച്ചാണ് ചോദ്യം വന്നത്. ദെൻ നദികളെ കുറിച്ചുള്ള ചോദ്യം വന്നു. ദെൻ കൃഷിയെ കുറിച്ചുള്ള ചോദ്യവും വന്നു. ഇത്രയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ടോപ്പിക്. അതൊന്ന് റിവിഷൻ ചെയ്യാം. ദെൻ വന്ന ചോദ്യങ്ങൾ 5 എണ്ണം ഇതാണ്, പലയിടത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഒരുമിച്ചാക്കിയതാണ്. ദെൻ എന്താണ്? സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി, സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം, വ്യോമഗതാഗതമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. സ്റ്റീരിയോസ്കോപ്പ്, വിദൂര സംവേദനമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. ദെൻ ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം, അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ചോദിച്ചു. ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നത്. ഈ പാഠങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിശകലനം എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്ലാസ് 5ലെ പാഠം 6 വൻകരകളും സമുദ്രങ്ങളും, ഈ 2 ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ NCERT പാഠപുസ്തകത്തിലാണ്. NCERT ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൂട്ടുന്നില്ല, കാരണം അത് SCERTയുടെ +1 +2, അതായത് 5 മുതൽ 10 വരെയും +1 +2 കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ കൊടുക്കുന്നുണ്ട്. NCERTൻ്റെ ചാപ്റ്ററിലൂടെ കൊടുത്ത് നിങ്ങളിപ്പോൾ അവസാന ഘട്ടത്തിൽ വീണ്ടും ടെൻഷൻ അടിപ്പിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് അവിടെ ഈ 2 ചാപ്റ്ററുകൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കിയിരിക്കുക. ഓക്കെ, ദെൻ അല്ലെങ്കിലും കിട്ടുന്ന ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. നോക്കിയാൽ നിങ്ങളിതാ സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളമൊക്കെ നിങ്ങൾ ഏത് റാങ്ക് ഫയൽ പഠിച്ചാലും കിട്ടുന്ന ചോദ്യമാണ്. ഓക്കെ, ഈ നദിയുടെ ചിലപ്പോൾ എന്താണ് അത്ര കിട്ടില്ല, അത് NCERTയിൽ ഉണ്ട്, പക്ഷെ എന്താണ് അത്ര പരിചയമുള്ള ചോദ്യം ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക്. ഓക്കെ, യെസ്. ഇനി നമുക്ക് 3ാമത്തെ ഏരിയയിലേക്ക് പോവാം. ഏതാണ്? സിവിക്സ് ആണ്. സിവിക്സുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളാണിത്. ഒന്ന് FPTP സമ്പ്രദായം. ഓക്കെ, ദെൻ സുകുമാർ സെന്ന്, പിന്നെ എന്താണ് വിവരാകാശ നിയമത്തിന്റെ MKSS, മസൂർ കിസാൻ ശക്തി സംഘാതൻ, പിന്നെ മീസോ നാഷണൽ ഫ്രണ്ട് MNFന്റെ സ്ഥാപകൻ ലാൽ ഡങ്ക, പിന്നെ എന്താണ് 2003 വൈദ്യുതി നിയമം. ഇത് മുഴുവൻ വന്നിരിക്കുന്നത്, ഈ ചോദ്യങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഹയർ സെക്കൻഡറി പാഠപുസ്തകം ഉപയോഗിച്ചാണ് ചോദ്യകർത്താവ് ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യങ്ങളിൽ ഈ 2 ചോദ്യങ്ങൾ സുകുമാർ സെന്നും MKSSും മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ നിങ്ങൾക്ക് എവിടെ നിന്ന് തന്നെ കിട്ടും? ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും. ഈ 2 ചോദ്യം ഇത് മലയാളത്തിൽ എവിടെ നിന്ന് കിട്ടും? ഹൈസ്കൂൾ ക്ലാസ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ 10ാം ക്ലാസ് വരെ പാഠപുസ്തകത്തിലുണ്ട്. പക്ഷേ എന്താണ് ചോദ്യകർത്താവ് ഇത് എടുത്തിരിക്കുന്നത്? ഈ 5 ചോദ്യങ്ങൾ കണ്ടാൽ അറിയാം ഒരുമിച്ച് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഹയർ സെക്കൻഡറി പാഠപുസ്തകത്തിൽ നിന്നാണ്. അത് എവിടെ നിന്നൊക്കെയാണ് എന്നുള്ള ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ വന്നിരിക്കുന്ന ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് തെരഞ്ഞെടുപ്പ്. 2 ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അടുത്ത പരീക്ഷയിലും വരും. മുൻ പരീക്ഷകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലെവൽ പരീക്ഷകൾ
സിലബസിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സിലബസ് ഉള്ളതിൽ സിവിക്സിന്റെ സിലബസിൽ ഇങ്ങനെയുള്ളതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷയിൽ ചോദ്യം വരുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ, പിന്നെ വിവരാവകാശം, മസ്തൂർ കിസാൻ ശക്തി സംഘാതക്കാരെ ഒരുവിധ എല്ലാ പരീക്ഷയിലും ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. MKSS അരുണ റായും രാജസ്ഥാനും ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ സാമൂഹ്യ ക്ഷേമമായിട്ട് ബന്ധപ്പെട്ടാണ് 2003 വൈദ്യുത നിയമം ചോദിക്കുന്നത്. ഓക്കെ, യെസ്, ആ ഏരിയയിൽ നിന്ന് സിവിക്സിന്റെ ഏരിയയിൽ 5 മാർക്കാണ് ആ ചോദ്യങ്ങൾ. പക്ഷെ നിങ്ങൾ പല ചോദ്യ പേപ്പറിൽ കണ്ടുകൊണ്ട് ഇതാണ് ഈ 5 സിവിക്സ് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല പല ആളുകൾക്കും. ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ, നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് ഇതിനെപ്പറ്റി വിശകലനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കോഡ് A നോക്കിയിരിക്കണം എപ്പോഴും. ഓക്കെ, അപ്പോൾ ചാപ്റ്ററുകൾ നോക്കിയാൽ നിങ്ങൾ ഈ ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. 9ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠം തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. ദെൻ ഇതിന് മുന്നേ ക്ലാസ് 11 പാഠം 3 തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2 ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഈ 2 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിലും ഒരു ചോദ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ക്ലാസ് 10 പാഠം 3 പൊതുഭരണമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ്. ആ 2 ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മസ്തൂർ കിസാൻ ശക്തി സംഘാതനും അതേപോലെ തന്നെ ഏതും സുകുമാർ സെന്നും അല്ലേ. യെസ്, ആ ചാപ്റ്ററിലുണ്ട്. വിവരാവകാശമായിട്ട് ബന്ധപ്പെട്ടുള്ളതും ഇതും. ഓക്കെ, ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ക്ലാസ് 11 പാഠം 3 ഞാൻ പറഞ്ഞു. ഈ 2 ചാപ്റ്ററുകൾ തിരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ്. ദെൻ ക്ലാസ് 12 പാഠം 8 പ്രാദേശിക ഉത്കർഷേച്ഛകൾ. ആ ചാപ്റ്ററിൽ നിന്നാണ് ഏത് വന്നിരിക്കുന്നത്, ഈ ചോദ്യം വന്നിരിക്കുന്നത്. മീസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകൻ ലാൽ ഡങ്ക. ഈ ചോദ്യം വന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. പ്രാദേശികമായിട്ടുണ്ടാകും പ്രശ്നങ്ങൾ, അതായത് ഈ ഓരോ ഇന്ത്യയിൽ തന്നെയുള്ള പല സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന ചില പ്രത്യേക പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില പാർട്ടികൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനകൾ, അതിനെക്കുറിച്ചൊക്കെ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം വന്നതുകൊണ്ട് മാത്രമാണ്. ഇതുവരെ ആ ചാപ്റ്ററിന് വേറെ ചോദ്യങ്ങളൊന്നും വന്നു കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സാധനം അതിനനുബന്ധമായിട്ട് കൊടുത്തിരിക്കുന്ന ചില പാർട്ടികളും നേതാക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പാഠം 8 കേട്ടോ. ക്ലാസ് 12 ആണ് പ്ലസ് 2. ദെൻ പ്ലസ് 2 പാഠം 17 പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും. സാധാരണ ഈ ഒരു ഏരിയയിലേക്ക് ചോദ്യം സെലക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ അല്ലായിരുന്നു ഇത്. പക്ഷെ എന്താണ്, അവിടെ നിന്നാണ് ഈ ചോദ്യം. ഈ ചോദ്യം കണ്ടോ, 2003 വൈദ്യുതി നിയമം പുനരുപയോഗയോഗ്യമായ ഊർജ്ജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ഈ ലക്ഷ്യമാണ്. അതങ്ങനെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് ആ പോയിന്റ്. ഓക്കെ, അതിനുവേണ്ടി ആ പാഠം മുഴുവൻ പഠിക്കണം ഞാൻ പറയുന്നില്ല. കാരണം എന്താണ്, സിലബസിൽ അത്ര പ്രാധാന്യത്തോട് കൊടുത്തിരിക്കുന്ന ഏരിയ അല്ല. ഈ പ്രധാന പോയിന്റുകളൊക്കെ ഒന്ന് ആ പാഠത്തിൽ നിന്ന് നോക്കി വെക്കുക നിങ്ങൾ. ഈ 5 ചോദ്യങ്ങളാണ് സിവിക്സ് എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരാൾക്ക് എത്ര മാർക്കാണ് നേടാൻ പറ്റുക നമുക്ക് നോക്കാം. എത്രയാണ്, 2 മാർക്കാണ് ഞാൻ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥി കൊടുക്കുന്നത്. കാരണം ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യും, ഈ സുകുമാർ സെൻ എന്തായാലും ശരിയാക്കും, മസ്തൂർ കിസാൻ ശക്തി സംഘാതനും ശരിയാക്കും. ഇത് ചിലപ്പോൾ മലയാളം വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് ഒരു പരീക്ഷയിൽ ഇപ്പോൾ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ശരിയാക്കണം എന്നാണ് ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥിയെ നിർബന്ധമായിട്ട് ശരിയാക്കേണ്ട ചോദ്യമാണ്. ചിലപ്പം തെറ്റിക്കും, ഇതും തെറ്റിക്കും. ഇത് ശരിക്കും എന്താണ്, വൈദ്യുതി നിയമം എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു ധാരണയൊക്കെ ഉള്ള ഒരാൾക്ക് ശരിയാക്കാവുന്ന ചോദ്യമാണ്. പക്ഷെ നമുക്കിവിടെ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് 2 മാർക്ക് നേടുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ചാപ്റ്ററുകളൊക്കെ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്താണ്, ഭരണഘടനയാണ് അടുത്ത സെക്ഷൻ. ഏതാണ്, ഭരണഘടന. ഭരണഘടനയിൽ നിന്ന് വന്ന 5 ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന് കേശവാനന്ദി ഭാരതി കേസിന്റെ കാര്യവും, പിന്നെ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം, പിന്നെ ഭരണഘടനയുടെ ഹൃദയ ആത്മാവ് എല്ലാ പരീക്ഷയും ചോദിക്കുന്ന ചോദ്യം, പിന്നെ കൺകറന്റ് ലിസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് ഭരണഘടനയുടെ ഒരു സാധനം പ്ലസ് 2 ലെവൽ മെയിൻസിന് തയ്യാറാക്കി തന്നിട്ടുണ്ട്. പ്ലസ് 2 ലെവൽ പ്രിലിംസിനും മെയിൻസിനും ഏകദേശം സെയിം സിലബസ് ആണ്. അപ്പോൾ രണ്ടിനും കൂടെ പറ്റുന്നൊരു സാധനമാണ്. ആ ഒരു സാധനം നമ്മൾ റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. റാങ്ക് മേക്കർ PSC ടിപ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്താൽ ആ ഒരു PDF കിട്ടും. ഭരണഘടനയ്ക്ക് 5 മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ആ PDF-ലുണ്ട് ഈ 5 ചോദ്യങ്ങളും. ഓക്കെ, കുറേ മുന്നേ ഞാൻ തന്നാണ്. പ്ലസ് 2 മെയിൻസിൻ്റെ സമയത്ത് ഞാൻ ഗ്രൂപ്പിലിട്ടതാണ്. അതായാലും കിട്ടും. ഞാനൊന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാത്. ഓക്കെ, യെസ്. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ആ ഒരു PDF-ലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ PK തുങ്കൻ നിങ്ങൾക്ക് ചില ആളുകൾക്ക് വലിയ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റൻ നോക്കുന്ന ആൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത് വന്ന പ്രീവിയസ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രീവിയസ് എന്ന് പറഞ്ഞാൽ തലേന്ന് കഴിഞ്ഞ പരീക്ഷ വരെ പ്രീവിയസ് ആണ്. എന്നാൽ കൊണ്ട് എല്ലാ വീഡിയോയിലും നിങ്ങൾ പറയിപ്പിക്കുകയാണ്. കാരണം പല ആളുകളും കമൻറ്റിൽ പ്രീവിയസിന് നോക്കണ്ട എന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം അടുത്ത കാലത്ത് നടന്ന എല്ലാ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറുകളും നിങ്ങൾ നോക്കിയിരിക്കണം. ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ PK തുങ്കൻ എഴുതാൻ പറ്റുമായിരുന്നു, FPTP എഴുതാൻ പറ്റുമായിരുന്നു. അടുത്ത കാലത്ത് അതായത് PSC മാറിയതിനു ശേഷമുള്ള സാർജന്റ് എക്സാം, മെയിൻ എക്സാം ഉണ്ടായിരുന്നല്ലോ, പുതിയ രീതിയിൽ നടന്നത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ നോക്കേണ്ടതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ 2 ചോദ്യങ്ങളും അടുത്ത കാലത്ത് തന്നെ ആവർത്തിച്ചതായിട്ട് കാണാം. പിന്നെ കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒരു ബോക്സ് ഉണ്ട്.
പ്ലസ് 1 ചാപ്റ്ററിൽ ആ ഒരു സാധനം ഫെഡറലിസമായിട്ട് ബന്ധപ്പെട്ട് പ്ലസ് 1 ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിൽ ഒരു ബോക്സ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പം ഭരണഘടനയിൽ നിന്ന് വന്ന ടോപ്പിക്കുകൾ കേശവാനന്ദി ഭാരതി കേസ് ഇപ്പോൾ അടുത്ത കാലത്ത് എല്ലാ പരീക്ഷകളും ചോദിക്കുന്നതാണ്. പിന്നെ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ചോദ്യം, ഒന്ന് റിട്ടും പിന്നെ ഒരു ചോദ്യം കൂടി ഇല്ലായിരുന്നോ, എന്താണ് റിട്ട്, പിന്നെ ഇതും ഹൃദയവും ആത്മാവും 32 ആണല്ലോ, ആ ഒരു ഏരിയയിൽ വരുന്നതാണല്ലോ. യെസ്. പിന്നെ എന്താണ് ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതാണ് ഫെഡറലിസം എന്ന് പറയുന്നത്, അധികാര വിഭജനം. ഓക്കെ, ആ ചാപ്റ്ററിലാണ് കിടക്കുന്നത്. ദെൻ പഞ്ചായത്തി രാജ്, പ്രാദേശിക സ്വയംഭരണ ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ട് LSCD ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചോദ്യം വന്നിട്ടുണ്ട്, PK തുങ്കൻ അല്ലേ. യെസ്. അപ്പോൾ അതൊക്കെയാണ് ടോപ്പിക്സുകൾ. ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ടത് നോക്കി വെച്ചോ, അതൊക്കെ നോട്ട് ചെയ്തേക്കണേ. 9ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളും കർത്തവ്യങ്ങളും. പിന്നെ ക്ലാസ് പ്ലസ് 1 7ാമത്തെ ഫെഡറലിസം എന്നുള്ള ചാപ്റ്റർ, ക്ലാസ് 11 പ്ലസ് 1 പാഠം 8 പ്രാദേശിക ഗവൺമെൻറ്. ഇവിടെ നോക്കിയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു PDF നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് ഉറപ്പിക്കാൻ പറ്റും. ഈ ഒരു സാധനമാണ്, ഈ ചാപ്റ്ററുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ കൺകറന്റ് ലിസ്റ്റ് ഇവിടെ നിന്ന് വന്നു, PK തുങ്കൻ ഇവിടെ നിന്ന് വന്നു, ഭരണഘടനയും കർത്തവ്യങ്ങളും അവകാശങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ചോദ്യം വന്നു. പിന്നെ ബാക്കിയുള്ള ചാപ്റ്ററുകൾ എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് ഓരോ ചാപ്റ്ററും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഈ ഒരു ചോദ്യത്തിനോട് ആ ചാപ്റ്റർ മുഴുവൻ പഠിക്കുന്നത് നിങ്ങൾക്ക് അപ്രധാനമായിട്ട് മാറും. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇട്ട PDF ഒന്ന് നോക്കുന്നതായിരിക്കും ഇവിടെ ഏറ്റവും നല്ലത്. ഓക്കെ, യെസ്. ഇനി എന്താണ്, എക്കണോമിക്സ് ആണ് അടുത്ത സെക്ഷൻ. എക്കണോമിക്സ്. ഇവിടെ എത്ര മാർക്കാണ് കിട്ടുക നോക്കാം നമുക്ക്. 3 മാർക്കാണ്. ഭരണഘടനയിൽ നിന്ന് 3 മാർക്കാണ് ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റുക. കാരണം കേശവാനന്ദ ഭാരതി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിച്ചുകൊണ്ട് ചിലപ്പം തെറ്റിക്കും. എന്തായാലും റിട്ട് ശരിയാക്കും. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും സ്ഥിരം ചോദിക്കുന്നതുകൊണ്ട് അത് ശരിയാക്കും. പിന്നെ ഈ PK തുങ്കന് ശരിയാക്കേണ്ടതാണ്. കാരണം ഇപ്പം അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇപ്പം അടുത്ത് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതും കണ്ട് പരിചയമുള്ള ചോദ്യമാണ്, ശരിയാക്കേണ്ടതാണ്. പിന്നെ 89 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷമൊക്കെ കണ്ടുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ തെറ്റിച്ചിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു 3 മാർക്ക് കണക്കാക്കാം. ഓക്കെ, ശരാശരി ഉദ്യോഗാർത്ഥി നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ചെയ്യുന്ന മാർക്ക് 3 മാർക്ക്. ഓക്കെ, ദെൻ എക്കണോമിക്സിലേക്ക് പോകാൻ. എക്കണോമിക്സിൽ 5 ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ പണനയവുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനനയവുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ എന്താണ് ഇവിടെ ജോഡികൾ അല്ലേ, ഇതൊക്കെ ഒരു ചാപ്റ്ററിൽ കിടക്കുന്ന സാധനമാണ് ഇതും. പിന്നെ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ, പിന്നെ എന്താണ് RBIയുടെ സാമ്പത്തിക വർഷം, ഇതൊക്കെയാണ്. ഈ 5 ചോദ്യങ്ങളാണ് ഇവിടെ സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് വന്ന ടോപ്പിക്കുകൾ. RBI 2 ചോദ്യങ്ങൾ വന്നു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ധനനയം ചോദിച്ചു, സാമ്പത്തിക നയങ്ങൾ ഇത് തന്നെ അതിൽ വരുന്നതാണ്. ധനനയം, മറ്റുള്ള സാമ്പത്തിക നയങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം കാര്യങ്ങളൊക്കെ പഠിക്കണേ. അടുത്ത പരീക്ഷ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവും. പിന്നെ നീതി ആയോഗ്, പിന്നെ ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നീതി ആയോഗും. ആസൂത്രണ കമ്മീഷൻ കാര്യങ്ങളാണ്. പിന്നെ നീതി ആയോഗ്. ഓക്കെ, യെസ്. ഇത്രയും കാര്യങ്ങളാണ് വന്ന ടോപ്പിക്കുകൾ. ദെൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാഠങ്ങൾ ഇതാണ്. കാരണം ഇവിടെയാണ് എല്ലാവർക്കും മാർക്ക് നഷ്ടപ്പെട്ടുണ്ടാവുക. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്ലസ് 2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിങ്ങൾ ടഫ് എന്ന് തോന്നിക്കാൻ കാരണമാകുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്ന ഒന്ന് എക്കണോമിക്സും, ഒന്ന് പൊളിറ്റിക്സും, സിവിക്സും. ഈ 3 സാധനങ്ങളിൽ വരുന്ന ചോദ്യങ്ങളാണ് പരീക്ഷ നിലവാരം അപ്പടി കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം. ബാക്കി ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾ പരിചയമുള്ള ഏരിയകളിൽ നിന്നാണ്. ഇതൊക്കെ കടന്നു വരുന്നത് എവിടെ നിന്നാണ്? ഹയർ സെക്കൻഡറിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയൊരു ധാരണയില്ലാത്തത്. പ്രിലിംസ് 10th ലെവൽ പ്രിലിംസിന് പോലും ചോദ്യങ്ങൾ അപൂർവമായിട്ടാണെങ്കിലും കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയിരിക്കേണ്ട പാഠങ്ങൾ പ്ലസ് 1 പാഠം 7 തൊഴിൽ എന്ന ചാപ്റ്റർ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ ചോദ്യം വന്നിരിക്കുന്നത്. ദെൻ ക്ലാസ് 12 പ്ലസ് 2 9ാമത്തെ പാഠം പണവും ബാങ്കിങ്ങും, അവിടെ നിന്നാണ് RBIൻ്റെ 2 ചോദ്യങ്ങളും ആ ചാപ്റ്ററിലുണ്ട്. പിന്നെ പ്ലസ് 2 ക്ലാസ് തന്നെ 11ാമത്തെ പാഠം ഗവൺമെൻറ് ബജറ്റും സമ്പദ് വ്യവസ്ഥയും, അവിടെ നിന്നാണ് ഏത് ചോദ്യം കിട്ടുക നിങ്ങൾക്ക്? ഈ ചോദ്യം അവിടെ നിന്ന് കിട്ടും. ഈ മൊത്തം ധനക്കമ്മിയും ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം, ഈ സാധനങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിലുണ്ട്. ഓക്കെ, പിന്നെ ക്ലാസ് 5 പാഠം 4 കരുതലോടെ ചെലവിടാം, അവിടെ തന്നെ നമ്മുടെ സാമ്പത്തിക വർഷത്തെക്കുറിച്ചുള്ള ചോദ്യം ചെറിയ ക്ലാസ്സിലുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. അത് അവിടെ നിന്ന് വന്നതല്ല, ഇവിടെ നിന്ന് തന്നെ വന്നതാണ്. അപ്പം ഈ ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമായിട്ട് അടുത്ത പരീക്ഷ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാർക്കുകൾ നേടാൻ പറ്റും. പക്ഷേ ഇനി അങ്ങോട്ടുള്ള PSC പരീക്ഷയിൽ എക്കണോമിക്സ് നല്ല മാർക്ക് നിങ്ങൾ നേടണമെങ്കിൽ പ്ലസ് 2 പാർട്ട് 2, പ്ലസ് 2 പാർട്ട് 1 പാർട്ട് 2 സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, സൂക്ഷ്മം സ്ഥൂലം. ഓക്കെ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, മൈക്രോ എക്കണോമിക്സ്. ഇത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ്. ആ പാർട്ടിൽ 7ാമത്തെ പാഠം മുതൽ 12ാമത്തെ വരെ പാഠമുണ്ട്. ഈ ചാപ്റ്ററുകൾ നോക്കിക്കഴിയണം. ഇത് ഒട്ടുമിക്ക പരീക്ഷകൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന PSC പരീക്ഷകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്കണോമിക്സിലുള്ള മാർക്ക് ഇനി ഇത്തരം പരീക്ഷകൾ കയറി വരാൻ തുടങ്ങും. അത് നന്നായിട്ട് നോക്കട്ടോ. മാക്രോ എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റുന്ന മാർക്ക് 1 മാർക്കാണ്. ഓക്കെ,
കാരണം അയാൾ ഈ ടെൻഷനിൽ എന്താണ് പണനയവും ധനനയവും ഒക്കെ തെറ്റിക്കും അല്ലേ. ഈ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയമൊക്കെ ഉള്ളതുകൊണ്ട് അതും തെറ്റിക്കും. തൊഴിലില്ലായ്മ അതും തെറ്റിക്കാനാണ് സാധ്യത. കാരണം 10ാം ക്ലാസ് വരെ നിങ്ങൾ കാണുന്നില്ലല്ലോ, അവിടെ ഇവിടെയൊക്കെ ചിലയിടത്തിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ചിലപ്പോൾ ശരിയാക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു മാർക്കാണ് ഇവിടുന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു ഉദ്യോഗാർത്ഥി ഇവിടുന്ന് നേടുന്നത്, ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥി നേടുന്നത്. ദെൻ ഇനി എന്താണ്, ബയോളജിയാണ്. ബയോളജിയിൽ നിന്ന് വന്ന 5 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, കേരളത്തിലെ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ എല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാ റാങ്ക് ഫയലും പണ്ട് തൊട്ടേ നിങ്ങൾ പഠനത്തിൽ ഉൾപ്പെട്ട ചോദ്യമാണ്. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് എറിത്രോപോയറ്റിന് കിട്ടാൻ സാധ്യത കുറവാണ്. നമ്മളെ റാങ്ക് മേക്കറിന്റെ ഇതിലൊക്കെ ഞാൻ എറിത്രോ പറയുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, എറിത്രോ പ്രിഫിക്സ് എറിത്രോ വെച്ചിട്ട് പറഞ്ഞ സമയത്ത് അവിടെ പോയിന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നതാണ്. ആരോഗ്യക്ഷേമ പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെ കേരളത്തിലെ സ്ഥിരം ചോദ്യമാണ്, അത് പഠിക്കുന്നതാണ്. ഇത് 10ാം ക്ലാസ്സിലുണ്ട്. രോഗങ്ങളുടെ കൂട്ടത്തിൽ അവസാനം അല്ലെ സാർസും ചിക്കൻ ഗുനിയൊക്കെ വൈറസ് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു ചോദ്യമാണ്. പിന്നെ പരിസ്ഥിതി ദിനം കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ടാവും. ഇവിടെയും കറണ്ട് അഫേഴ്സ് എന്നാണ് കടന്നു വന്നിരിക്കുന്നത്. അതായത് ഈ 5 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം എന്താക്കി മാറ്റി, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം എന്താക്കി കറണ്ട് അഫേഴ്സ് ചോദ്യമാക്കി അവർ മാറ്റി. അപ്പോൾ നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ ബയോളജിയിൽ 5 ചോദ്യങ്ങളാണ്. അതിൽ ഒന്ന് കറണ്ട് അഫേഴ്സ് ചോദ്യമാണ്. അത് അവിടെ നിന്ന് കിടക്കുന്നതല്ല, ഇവിടെ തന്നെ ഒരുമിച്ച് കിടക്കുന്ന സാധനമാണ്. ഇവിടെ വന്നിരിക്കുന്ന ടോപ്പിക്സ് നോക്കിയേ. ഒന്ന് ഗവേഷണ കേന്ദ്രങ്ങൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, പിന്നെ ഹോർമോണുകളെ കുറിച്ചുള്ള ചോദ്യം, പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, പിന്നെ രോഗങ്ങൾ, പരിസ്ഥിതി. ഈ ടോപ്പിക്സിൽ നിന്നാണ് ഇവിടെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ ചാപ്റ്ററുകൾ 10ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം രോഗങ്ങളെ അകറ്റി നിർത്താം, അവിടെ നിന്ന് ആ വൈറസിന്റെ ചോദ്യം കിട്ടും. പിന്നെ 11ാം ക്ലാസ്സിലെ രാസീയ ഏകോപനവും ഉത്ഗ്രഥനവും, അവിടെ നിന്നാണ് ഏത് ചോദ്യം വരുന്നത്, ഈ എറിത്രോപോയറ്റിന്റെ ചോദ്യം വന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. ഓക്കെ, യെസ്, ആ ഹോർമോണിനെ കുറിച്ചുള്ള ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒട്ടുമിക്ക പരീക്ഷകളിലും +1 ഹയർ സെക്കൻഡറിയിൽ നിന്ന് ചോദ്യം കടന്നു വരുന്ന ആ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം കടന്നു വരുന്നത്, സയൻസിലുള്ള ചോദ്യം. അതുകൊണ്ട് ആ ചാപ്റ്റർ നിങ്ങൾ നോക്കിയിരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് ഒരുവിധം പരീക്ഷകളൊക്കെ കിട്ടും. നിങ്ങൾ ഇങ്ങോട്ട് അങ്ങോട്ടേക്കുള്ള ബാക്കോട്ടേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചോദ്യം കാണാം. +2 ലെവൽ, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വേറെയും ചോദ്യങ്ങൾ കാണാം. ഓക്കെ, ഇൻസുലിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് എന്താണ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എല്ലാം വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ല, ആ ചോദ്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ്, അപ്പം ആ രീതിയിലാണ് ഈ ഒരു ഏരിയ കൈകാര്യം ചെയ്യേണ്ടത്. ഈ ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. +1 പാഠം 22 രാസീയ ഏകോപനവും ഉത്ഗ്രഥനവും ഹോർമോണായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ്. അന്തസ്രാവി ഗ്രന്ഥികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ്. അത് കഴിഞ്ഞതിന് ശേഷം അന്തസ്രാവി ഗ്രന്ഥികളുടെ ഹോർമോണുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം താഴെ കുറച്ച് അല്ലാത്ത ബഹിർസ്രാവി ഗ്രന്ഥികളെ കുറിച്ചും അല്ലാത്ത നമ്മുടെ മറ്റ് ചില ശരീരാവയവങ്ങൾ പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളെ കുറിച്ചും പറയുന്നുണ്ട്. അവിടെ ഈ എറിത്രോപോയറ്റും കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഇനി എന്താണ്, ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്കൽ സയൻസ് എന്ന് വന്ന 5 ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, താപനിലയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. ഇത് പണ്ടേയുള്ള ചോദ്യമാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? 212. എല്ലാവർക്കും അറിയുന്ന ചോദ്യം. പക്ഷേ ഇവിടെ 212 ഡിഗ്രി ഫാരൻഹീറ്റ് എത്ര കെൽവിൻ ആണ് ചോദിച്ചു. ഓക്കെ, എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, അപ്പം കെൽവിനിൽ 100 + 273 373 കിട്ടും. അപ്പോൾ ചോദ്യം ഒന്ന് മാറ്റിക്കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ തെറ്റിക്കും. പിന്നെ ഈ ചോദ്യം പലരും തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ചോദിച്ചത്, അല്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവല്ല ചോദിച്ചത്. നിരപ്പായ തറയിലൂടെ ഇങ്ങനെയാണ് നിൽക്കുന്നത്, അങ്ങനെ ചെയ്യുന്നതല്ല ചോദിച്ചത്. ഗുരുത്വാകർഷണ ബലത്തിനെതിരെയാ. ഗുരുത്വാകർഷണ ബലം താഴോട്ടല്ലേ, മുകളിലോട്ട് ചെയ്യുന്ന, അപ്പോൾ അവിടെ 0 ആണ് വരിക. ഓക്കെ, യെസ്. പിന്നെ ആസ്പിരിൻ ചോദിച്ചിട്ടുണ്ട്, അനാൽജസിക്. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ചോദ്യം വന്നിരിക്കുന്നത് നിത്യജീവിതത്തിലെ രസതന്ത്രം എന്ന് പറഞ്ഞ +2 ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സയൻസിൽ. ഇപ്പോൾ നിങ്ങളിപ്പോൾ അടുത്ത് ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഇൻഫെക്ടിസൈഡ് പറഞ്ഞ ചോദ്യം കണ്ടില്ലേ, ആ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വരുന്നത്. അവിടെ ഭിത്തിയോണലൊക്കെ ചോദിച്ചില്ല, അതൊക്കെ ഈ ചാപ്റ്ററിൽ ഒരുമിച്ച് കിടക്കുന്ന സാധനം. അവിടെ നിന്നാണ് ചോദ്യം എടുത്തിരുന്നത്. ചാപ്റ്റർ പഠിച്ചോ ചോദ്യം കിട്ടും. അടുത്ത ഘട്ടത്തിൽ, 2ാം ഘട്ടത്തിൽ, 3ാം ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ചോദ്യം കിട്ടും കേട്ടോ. പിന്നെ ഇത് ചെറിയ ക്ലാസ്സിലുണ്ട്, ഫ്യൂവൽ സെല്ല് ചെറിയ ക്ലാസ് 10ാം ക്ലാസ്സിലുണ്ട്. പിന്നെ ഇതെന്താണ്, ഇതും 8ാം ക്ലാസ്സിലുണ്ട്. ദ്രവ്യത്തിൻ്റെ അളവ് ഇത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്, അത് ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിരിക്കുന്നു. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ മാസ് എന്നാണ് പറയുക. അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, അതാണ് ശരിക്കും അവിടെ യഥാർത്ഥത്തിൽ വേണ്ടത്. ഇനി ചോദ്യകർത്താവ് എന്താ ഉദ്ദേശം എന്ന് അറിയില്ല നമുക്ക്. കാരണം ദ്രവ്യത്തിൻ്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ അളവ് കണക്കാക്കാൻ മോൾ ഉപയോഗിക്കും. പക്ഷെ ഇവിടെ ഇത് ഇൻവേർട്ടഡ് കോമയിലൊക്കെ കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ വായിക്കുമ്പോൾ അവിടെ ഉത്തരം വരേണ്ടത് കിലോഗ്രാം ആണ്. ചോദ്യകർത്താവ് എന്തിടും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 മാർക്കിന് വന്നതിൽ നിന്ന് താപമാണ് ഒന്ന് ടോപ്പിക്ക്, പിന്നെ പ്രവൃത്തി ശക്തിയും, പിന്നെ രസതന്ത്ര നിത്യജീവിതത്തിൽ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ദ്രവ്യവും പിണ്ഡവും. ഈ ടോപ്പിക്സ് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററുകൾ നോക്കാം. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠം 7 ഊർജ്ജ പരിപാലനം. ഓക്കെ, അതിൽ നിന്നൊരു ചോദ്യമുണ്ട്. പിന്നെ പാഠം 8 8ാം ക്ലാസ്സിലെ പാഠം 8 അളവുകളും യൂണിറ്റുകളും, അവിടെ നിന്നാ ചോദ്യം. ഓക്കെ, ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ക്ലാസ് 9 ഫിസിക്സിൽ പാഠം 5 പ്രവൃത്തി, ഊർജ്ജം, പവർ. അവിടെ പ്രത്യക്ഷത്തിലില്ല, പക്ഷെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, എഴുതാൻ പറ്റും.
ദെൻ 12ാം ക്ലാസ്സിലെ കെമിസ്ട്രി പാഠം 16 രസതന്ത്ര നിത്യജീവിതത്തിൽ. 12ാം ക്ലാസ്സിലെ കെമിസ്ട്രി പാഠം 16 നോട്ട് ചെയ്ത് വെച്ചോ, അവിടെ നിന്ന് വീണ്ടും ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റുന്ന മാർക്ക് 2 മാർക്കാണ്. കാരണം എന്താണ് 2 മാർക്ക്? ഒന്ന് ഫ്യൂവൽ സെൽ എന്തായാലും കിട്ടും അല്ലേ? ഇത് ചിലപ്പോൾ തെറ്റിക്കും, കെൽവിൻ സ്കെയിലിൽ ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ തെറ്റിക്കും, ചിലപ്പോൾ കിട്ടും, ചില ആളുകൾ കിട്ടും. ഇത് പറയുന്നതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ 1000 ജൂളായിരിക്കും എഴുതുക. ഇനി PSC എന്ത് കൊടുക്കുന്നില്ല അതും നമുക്കറിയില്ല, വരട്ടെ. ഇവിടെ ആസ്പിരിൻ അനാൽജസിക്, വേദന സംഹാരി എന്നുള്ളൊരു ആൾക്കാർക്ക് അറിയാം, വാക്ക് ഇംഗ്ലീഷിൽ അറിയെങ്കിൽ കിട്ടിക്കോളും. ഓക്കെ, യെസ്. ഇവിടെ ഈ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് പലരും പല ഉത്തരമാണ് എഴുതിയിട്ടുണ്ടാവുക. എന്താണ് ശരി ഉത്തരം എന്നുള്ളത് PSC തന്നെ പറയണം. ഓക്കെ, യെസ്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 മാർക്ക് പരിഗണിക്കാം. ഓക്കെ, ഫിസിക്കൽ സയൻസിൻ്റെ കാര്യം അത്. ഇനി എന്താണ്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ചോദ്യങ്ങളൊക്കെ ഒരുമിച്ച് ഒരു PDF കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മുമ്പ് തന്നിട്ടുണ്ട്. അതായത് എന്താണ് +1 +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹ്യൂമാനിറ്റീസിനുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടെസ്റ്റ് എന്ന് എളുപ്പത്തിൽ കിട്ടും. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെസ്റ്റിലുണ്ട്, പക്ഷേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടെസ്റ്റ് എന്നാണ് എളുപ്പത്തിൽ എല്ലാ ക്വസ്റ്റിനും കിട്ടുക. മറ്റേ ചിലത് മിസ്സാവും. ഇത് ഒരുമിച്ച് അതിൽ നിന്ന് കിട്ടും. പല ചാപ്റ്ററുകളാണ്, അതിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകൾ, നമ്മുടെ സിലബസിലുള്ള ചാപ്റ്ററുകൾ ചേർത്തുകൊണ്ട് ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ, ടെലഗ്രാം ചാനലിൽ PDF ആക്കി ഇട്ടിട്ടുണ്ട്. അത് നോക്കി വെക്കുക കേട്ടോ. അതിൽ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ 5 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ചോദിച്ചു, ഹാർഡ് ഡിസ്ക്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ചിലപ്പം തെറ്റിക്കാം. ഓക്കെ, പിന്നെ ബാൻഡ് വിഡ്ത്ത്, സെർച്ച് എഞ്ചിൻ എന്തായാലും ശരിയാക്കും, ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലേ, തടയാനുള്ള IT ആക്ട് ശരിയാക്കും. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുക 3 മാർക്കാണ് ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റുക. ഓക്കെ, ഇവിടെ ടോപ്പിക്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിൽ കാര്യമില്ല. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ചാപ്റ്ററുകളൊന്ന് നോക്കി വെച്ചോ. +1 ക്ലാസ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബുക്ക്, ഹ്യൂമാനിറ്റീസിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബുക്ക് ഡൗൺലോഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഞാൻ ഇട്ട PDF നോക്കുക. അതിൽ 2ാമത്തെ പാഠം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ 2 മാർക്കുണ്ട്. 5 മാർക്കും ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ്, അതിലുള്ള ഈ ചാപ്റ്ററുകളിൽ നിന്നാണ്. 8ാമത്തെ പാഠത്തിലെ കമ്പ്യൂട്ടർ ശൃംഖലകൾ എന്നുള്ളതിൽ ഒരു ചോദ്യം കിട്ടും. പിന്നെ 9ാമത്തെ പാഠത്തിലെ ഇൻ്റർനെറ്റ്, ഇവിടെ ബാൻഡ് വിഡ്ത്ത് എന്നുള്ള ചോദ്യം കിട്ടും. പിന്നെ പാഠം 9 ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കിട്ടും. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇതിൽ തന്നെ +2ലെ ക്ലാസ് +2ലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇത് +1ലും ഇത് +2ലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ 10ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്, വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ പ്രവണതകളും പ്രശ്നങ്ങളും. അവിടെ നിന്ന് ഏതും കിട്ടും, 66C കിട്ടും. അവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ട്, സൈബർ ലോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ. ആ സാധനം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കൂടുതലൊന്നും പഠിക്കാൻ പറ്റില്ലെങ്കിൽ അതെങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകൾ അതിൽ പഠിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ ചിലപ്പോൾ മാർക്ക് കിട്ടിയേക്കാം. ഞാൻ തന്ന ആ PDF പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് 5 മാർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും കമ്പ്യൂട്ടർ സയൻസിൽ. അപ്പോൾ ഇവിടെ ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റുക ഒരു 3 മാർക്കാണ് സാധാരണഗതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുക. IT ആക്ട് ശരിയാക്കാൻ പറ്റും, സെർച്ച് എഞ്ചിൻ ശരിയാക്കാൻ പറ്റും. പിന്നെ എന്താണ് ഇതിൽ സെക്കൻഡറി മെമ്മറി അല്ലേ, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി ഒക്കെ എല്ലാവരും പഠിച്ചു വെക്കുന്നതാണ് അതും. അപ്പോൾ 3 മാർക്ക് അവിടെ നിന്ന് നമുക്ക് കണക്ക് കൂട്ടാം. വേറെ കിട്ടൂല എന്നല്ലേ? ഏറ്റവും ചിലപ്പോൾ ഒരു ഗതി പരഗതി ഇല്ലാതെ ഉദ്യോഗാർത്ഥി 5 നേടിയവരുണ്ടാവും. കാരണം ആ വിഷയം സ്ട്രോങ് ആയിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന മൊത്തത്തിലുള്ള കാര്യമാണ്, മൊത്തത്തിലുള്ള ഒരു വിഷയമല്ല, ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഏതാണ്? കല, കായികം, സാഹിത്യം, സംസ്കാരം, അങ്ങനെയുള്ള ടോപ്പിക്കാണ്. 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് വന്നിരിക്കുന്ന ഇതാണ്. ഒന്ന് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു ടോപ്പിക്ക്. 2ാമത്തെ ടോപ്പിക്ക് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. 3ാമത്തത് എന്താണ്? ഈ നമ്മുടെ സാംസ്കാരിക കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, പൈതൃക കലാരൂപങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ്. മുടിയേറ്റും കുടിയാട്ടവും വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? പടയണി, തെയ്യമൊക്കെ അനുഷ്ഠാന കലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചേരുംപടി ചേർക്കലാണ്. പിന്നെ മലയാള സിനിമ, പിന്നെ ആശാൻ കവിതകൾ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥി ചിലപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനം ശരിയാക്കാനുള്ള സാധ്യതയുണ്ട്, അതും ചിലപ്പോൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 4 പോയിന്റുകളിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന പോയിന്റുകളായിരിക്കും അല്ലേ, ഭാർഗവി നിലയം അറിയുന്ന പോയിന്റിനായിരിക്കും ഒരുവിധം. അപ്പോൾ ഇത് ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എന്താണ് മനസ്സില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ തെറ്റിക്കാം. അപ്പോൾ എന്തായാലും 1 മാർക്ക് നമുക്ക് ഇവിടുന്ന് ഏതൊരു ഉദ്യോഗാർത്ഥിയും നേടുമെന്ന് നമുക്ക് കരുതാം. അപ്പം ടോപ്പിക്സ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി വെക്കുക, കോമൺവെൽത്ത് ഗെയിംസ് നോക്കുക, മലയാള സിനിമ നോക്കുക, ആശാൻ കവിത, പ്രത്യേകതകൾ, കലാരൂപങ്ങൾ, ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം, പക്ഷേ ഇതെന്തായാലും റിവിഷനിൽ വിട്ടുപോകാൻ പാടില്ലാത്ത ഏരിയ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി എന്താണ്? കറണ്ട് അഫേഴ്സിൻ്റെ 5 ചോദ്യങ്ങളാണ്. കറണ്ട് അഫേഴ്സ് സെക്ഷനിൽ വന്നിരിക്കുന്ന 5 ചോദ്യങ്ങൾ. പിന്നെ നാച്ചുറൽ സയൻസിൽ ഒരു ചോദ്യം ഓൾറെഡി വന്നല്ലോ. യെസ്, അപ്പം ഈ 5 ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന്, ശീതകാല ഒളിമ്പിക് ഗെയിംസ്, അതായത് വരാൻ പോകുന്ന കായിക ഇനങ്ങളുടെ വേദികളും കാര്യങ്ങളും നോക്കുക. ഇനി നടക്കാൻ പോകുന്ന കായിക ഇനങ്ങളുടെ വേദികളും കാര്യങ്ങളും ആനുകാലികമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. ആ ചോദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താണ്? ആനുകാലിക ആയിട്ട് ബന്ധപ്പെട്ട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ, ശ്രദ്ധിക്കപ്പെട്ട ആളുകൾ, ചർച്ച ചെയ്യപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ എന്താണ്? കാലാവസ്ഥ, UN ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആനുകാലിക സംഭവങ്ങൾ നോക്കുക. പിന്നെ ഇന്ത്യയുടെ കരസേനാ മേധാവി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഉന്നത പദവികൾ വഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക.
പിന്നെ 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന അവാർഡും ഒക്കെ നോക്കി വെക്കുക. പിന്നെ സിനിമ അവാർഡുകൾ നോക്കി വെക്കുക. ഇതൊക്കെയാണ് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഓക്കെ, വരാൻ പോകുന്ന കായികമേളകൾ, ആനുകാലിക പ്രാധാന്യമുള്ള വ്യക്തികൾ, ആനുകാലിക UN പ്രോഗ്രാംസ്, ഇന്ത്യയിലെ ഉന്നത പദവികൾ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്ന് 5 മാർക്ക് എന്തായാലും ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഒളിമ്പിക്സ് ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും 5-ൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 3 മാർക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം കരസേന മേധാവി അറിഞ്ഞിരിക്കണം. എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ് അല്ലെ, കേന്ദ്ര സാഹിത്യമൊക്കെ എന്തായാലും പഠിക്കണം എന്ന് പറയുന്നതാണ്. പിന്നെ എന്താണ് ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ്. ഓക്കെ, അതൊക്കെ ചേർത്തുകൊണ്ട് 2-3 മാർക്ക് അവിടെ നിന്ന് നേടാൻ പറ്റും. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് എന്തായാലും നോക്കിയിരിക്കേണ്ട ഏരിയകളായതുകൊണ്ട് നമുക്ക് ഇവിടെ 3 പരിഗണിക്കാം, അല്ലെങ്കിൽ 2 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള മാർക്കും നിങ്ങൾ നോക്കാം. പിന്നെ എന്താണ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അത് താരതമ്യേന എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ ഈ GKയുടെ ഈ പറഞ്ഞ സിവിക്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് അതിൽ വന്നിരിക്കുന്ന ഈ ടഫ് ക്വസ്റ്റ്യൻസിൻ്റെ, അതേപോലെ കലാകായിക സാഹിത്യം അതിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ടഫ് ക്വസ്റ്റ്യൻ 4 ഏരിയ 20 മാർക്കിനുള്ള വലിയ ഏരിയ അല്ലേ, അവിടെ നിന്ന് ടഫ് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ടുള്ള ടെൻഷനും കാര്യത്തിലും ഈ മാത്സും ഇംഗ്ലീഷും മലയാളത്തിലും കുട്ടികൾക്ക് ചിലപ്പോൾ മാക്സിമം വിചാരിച്ച സാധാരണഗതിയിൽ അവർ സ്കോർ ചെയ്യുന്ന മാർക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. നമുക്ക് അതുകൊണ്ട് മൊത്തം ഒന്ന് പരിശോധിക്കാം. താരതമ്യേന മലയാളവും ഇംഗ്ലീഷും മാത്സും എന്തായിരുന്നു, ഈസി ആയിരുന്നു. മാത്സ് പ്രത്യേകിച്ചും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. +2 ലെവൽ എക്സാമാണ്. മാത്സ് എന്താണ് മറ്റുള്ള 10th ലെവൽ പോലെ തന്നെയായിരുന്നു എക്സാം, വളരെ സിമ്പിളായിരുന്നു, അതിനേക്കാളും എളുപ്പമായിരുന്നു പല ചോദ്യങ്ങളും. പിന്നെ ഇംഗ്ലീഷും അല്ലേ, കുറേ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഇംഗ്ലീഷ് എന്താണ് കുറേ കൂടെ സിമ്പിളായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. പിന്നെ മലയാളവും അത്യാവശ്യം, മലയാളം പിന്നെ നോക്കാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ, അടുത്ത കാലത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന ആളുകൾക്ക്, സ്ഥിരം ബേസിക് നോക്കിയിരിക്കേണ്ട ഏരിയകളുണ്ടല്ലോ, ആ ഏരിയകൾ നോക്കിയിരിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം എളുപ്പമുള്ള സാധനമാണ്. അപ്പോൾ ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 ഏരിയയിൽ നിന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞ മാർക്കുകൾ 4, 3, 2, 1 പറഞ്ഞ ഓരോ ഏരിയയും പറഞ്ഞ മാർക്കുകൾ മൊത്തത്തിൽ 25 മാർക്കാണ് 50-ൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥിക്ക്, ഞാൻ പറഞ്ഞ ഉദ്യോഗാർത്ഥിക്ക്, ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച വ്യക്തി, ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് ഏറെ കയറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് അല്ല, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ശരാശരി ഉദ്യോഗാർത്ഥി നന്നായി പഠിച്ചാൽ അയാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. ദെൻ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ അയാൾ 13 മാർക്ക് നേടും. മാത്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണെങ്കിൽ 20 കിട്ടും, ചിലപ്പോൾ 19, 20 കിട്ടും. പക്ഷേ എന്താണ് ഈ പറഞ്ഞ ജനറലായിട്ട് പറയുമ്പോൾ 13 മാർക്കാണ് അയാൾക്ക് നേടാൻ പറ്റുക. ദെൻ ഇയാൾ ഒരു എന്താണ് സ്പെഷ്യലായിട്ട് ഒരു സാധനം ഇല്ലാത്ത ആളായിട്ടാണ് കണക്കാക്കുക കേട്ടോ. യെസ്. അപ്പം ഇംഗ്ലീഷ് ഒരു 12 മാർക്ക്, 10 മുതൽ 12 വരെ മാർക്ക് അവിടെ നേടണം. കാരണം അത്രയും പ്രീവിയസ് വന്ന സ്ഥിതിക്ക് 12 മാർക്ക് നേടാൻ പറ്റിയിരിക്കണം ഈ രീതി തയ്യാറെടുത്ത ഒരാളാകുമ്പോൾ. മലയാളത്തിൽ ഒരു 5 മാർക്ക് നേടാൻ പറ്റണം. കാരണം സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ കുറേ എണ്ണം ഉണ്ട്. ഒരു 5 മാർക്ക് അവിടെ നേടാൻ പറ്റണം. അങ്ങനെ നോക്കുമ്പോൾ ഇത് 25-ഉം ഇത് 25-5 30-ഉം. അപ്പോൾ 30-ഉം 25-ഉം 55 മാർക്കാണ് ഞാൻ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥി നേടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥി ഈ പറഞ്ഞ ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇനി ആ പ്രതീക്ഷയിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം? ഒന്ന്, ഈ ഉദ്യോഗാർത്ഥി കൂടുതലായിട്ടും അല്ലേ യഥാർത്ഥ പെർഫോമൻസ് അവിടെ നടത്താൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഈ ചോദ്യങ്ങളൊക്കെ കണ്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2, 3 അല്ലെങ്കിൽ 5 മാർക്ക് വരെയൊക്കെ ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ തയ്യാറെടുത്ത് പോയ ഉദ്യോഗാർത്ഥിക്ക് തന്നെ ചിലപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ഒക്കെ കുറവിനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്, പ്രശ്നമുണ്ട്. പിന്നെ കറക്കി കുത്തിയിട്ട് അല്ലേ ടഫൊക്കെ കണ്ട് ഇനി രക്ഷയില്ല. ഞാൻ പല ലാസ്റ്റ് ദിവസം ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി ഉണ്ടാകുക. അതുകൊണ്ട് കറക്കി കുത്താൻ നിൽക്കരുത്, അറിയുന്ന എഴുതിയാൽ മതി. ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട. ഡിഗ്രി ലെവലിൻ്റെ കട്ട് ഓഫ് കൂട്ടി SIയുടെ കട്ട് ഓഫ് 48 വരെ ഉയർത്തിയ ടീംസ് നിങ്ങളെ കൂടെ മത്സരിക്കാനില്ല. അത് സിവിൽ സർവീസിനൊക്കെ നോക്കുന്ന കൂട്ടരാണ്. IPS പോലെയുള്ള സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന ആളുകളാണ്. അവർ ഈ BFOയും CE ഒന്നും എഴുതാൻ വരില്ല എന്നുള്ളത് നിങ്ങളുടെ പരീക്ഷയുടെ തലേന്ന് ഞാൻ ചെയ്ത വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അധികമായിട്ട് നിങ്ങൾ തെറ്റിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ ഒരു മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടാവും. ഇതിനേക്കാൾ കൂടിയ മാർക്കുകളായിരിക്കും നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുകയാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഓഗസ്റ്റ് 17-ന് ഞാൻ 10th മെയിൻസിനുള്ള ഗോൾഡ് ബാച്ച് എൻട്രിയിൽ ആരംഭിക്കുകയാണ്. LGS ഗോൾഡ് ബാച്ച് ആയിരുന്നു ആദ്യം. അതിൻ്റെ മഹത്തായ വിജയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 3ാം റാങ്ക് അല്ലേ, അജ്മൽ സക്കീർ എനിക്ക് 3ാം റാങ്ക് നേടിത്തന്നു. അങ്ങനെ എന്താണ് ഒരു അഭിമാനമായിട്ട് മാറിയൊരു ബാച്ചായിരുന്നു ആദ്യ ബാച്ച്. പിന്നീടുള്ള ഫൗണ്ടേഷൻ ബാച്ചും പിന്നെ 10th പ്രിലിംസ് ബാച്ചുമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടുകളും ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അല്ലാത്ത ആളുകൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ രീതിയിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അതൊക്കെ എടുത്ത് വെച്ച് പഠിക്കുന്ന ആളാണെങ്കിൽ വെറുതെ ജോയിൻ ചെയ്ത് പൈസ പോക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല എങ്കിൽ, നിങ്ങൾ നട്ടം തിരിയുകയാണെങ്കിൽ, ഒരു ഗൈഡൻസ് വേണം എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, എങ്ങനെയൊക്കെയോ ഞാൻ
പ്രിലിംസ് പാസ്സാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് എന്താണ് ഇനി നല്ലൊരു ഗൈഡൻസ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ മെന്റർഷിപ്പ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 17 ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലിങ്കൊക്കെ ഉണ്ടാവും, ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും അടുത്ത 2ാം ഘട്ടവും 3ാം ഘട്ടവും എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്